അവയർനെസ് ആണ്. SSC CPO 2017 പേപ്പറാണ് ഇതിൽ സോഴ്സ് ആക്കി എടുത്തിരിക്കുന്നത്. പാർട്ട് 10 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഇത് റെയിൽവേക്കും ഗുണം ചെയ്യുന്ന കാര്യം. ഓക്കെ, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് GNI? GNI എന്താ? ഗ്രോസ് നാഷണൽ ഇൻകം എന്നാണ്. ഗ്രോസ് നാഷണൽ ഇൻകം എന്നാണ് GNI എന്ന് പറഞ്ഞാൽ. ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ഈസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. GDP എന്ന് പറഞ്ഞാൽ എന്താ? GDP എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സാധനമാണ്. ഇപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിനാണ്. ഫിനിഷ്ഡ് ഗുഡ്സസിൻ്റെയാണ് കേട്ടോ. എൻഡ് പ്രൊഡക്ട്സിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കേസസിലുള്ള. ഓക്കെ, ഇതിൽ നിന്നിട്ട് ഇപ്പോൾ ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. വെളിയിലുള്ള നമ്മളെ പ്രവാസികളും കൂടി സമ്പാദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഗൾഫായിട്ട് വിചാരിക്കുക. ഗൾഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന NRIകളുടെ ഇൻകം കൂടി കൂട്ടും. അതും കൂടി കൂട്ടിയതാണ് ശരിക്കും പറയുകയാണെങ്കിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത്, among the apex institution in sphere of agricultural credit in India. Credit in India എന്ന് പറയുന്നത് ഏതാ? നബാർഡാണ്. നബാർഡ്, നാഷണൽ ബാങ്ക് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ് നബാർഡിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അതൊരു ബാങ്കാണ് നബാർഡ്, ഇതാണ് എൻ്റെ ചിഹ്നം. ഓക്കെ, ശിവരാമൻ കമ്മിറ്റിയുടെ ഫലമായിട്ടാണ് നബാർഡ് ഉണ്ടാവുന്നത്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. ഓക്കെ, 1282 ഉണ്ടാവുന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നബാർഡ് എന്ന് പറയുന്നത്. നബാർഡ് ആക്ട് 1981 നബാർഡ് ഉണ്ടാവുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ഫോം. ഓക്കെ, 12 ജൂലൈ 1982 നബാർഡ് ഉണ്ടാവുന്നത്. അടുത്ത ബാങ്ക് സിഡ്ബി ഉണ്ടാവുന്നത് ഏതാ? ഏപ്രിൽ 2, 1990 ഏപ്രിൽ 2 സിഡ്ബി ഉണ്ടാവുന്നത്. ഓക്കെ, സിഡ്ബി ഉണ്ടാവുന്ന ഏപ്രിൽ. സിഡ്ബിൻ്റെ ഫുൾ ഫോം എന്താ? സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ഏപ്രിൽ 2, 1990 ഉണ്ടായിരിക്കുന്നത്. ഇതെന്തിനാ? ഫൈനാൻസ് പ്രൊമോഷൻ, ഫിനാൻസിങ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ MSME സെക്ടറിന് വേണ്ടിയിട്ടുള്ള ബാങ്കാണ് സിഡ്ബി എന്ന് പറയുന്നത്. സിഡ്ബി 1990 ഉണ്ടാവുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സിഡ്ബിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കമൻറ്റ് ചെയ്യുക. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഈസ് എ സ്പെഷ്യലൈസ്ഡ് ഫിനാൻസ് ഓണേഡ് ബൈ ഗവൺമെൻറ്. ഓക്കെ, 1982 വരുന്നത്. 1982 ഹെഡ്ക്വാർട്ടേഴ്സ് മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്? നാഷണൽ അഗ്രികൾച്ചറൽ കോർപ്പറേറ്റ് മാർക്കറ്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 2 ഒക്ടോബർ 1958 വരുന്നത്. ന്യൂഡൽഹിയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൽ ഫേമസ് ആയിട്ടുള്ള സാധനം. നബാർഡ് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻ പ്രകാരമാണ് 1982 വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 1990 സ്മോൾ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ബാങ്ക് വരുന്നത്. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓർഗനൈസേഷൻ മെഷർ GDP മെഷർ ചെയ്യുന്നത് ഏത്
സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് എന്ത് GDP മെഷർ ചെയ്യുന്നത്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസാണ് GDP മെഷർ ചെയ്യുന്നത്. രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ബേസ്ഡ് ഓൺ എക്കണോമിക് ആക്ടിവിറ്റി എന്താ ഫാക്ടർ കോസ്റ്റ് ബേസ് ചെയ്തും, അതേപോലെ സെക്കൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡായിട്ട് മാർക്കറ്റ് പ്ലേസ്. രണ്ട് രീതിയിലാണ് നമ്മുടെ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി കോസ്റ്റ് ബേസ് ചെയ്തും, അതേപോലെ മാർക്കറ്റ് പ്രൈസ് ബേസ് ചെയ്തും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കോസ്റ്റ് മെത്തേഡ് പെർഫോമൻസ് ഓഫ് 8 ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസസ്. 8 ഡിഫറൻസ് ഇൻഡസ്ട്രീസസ് ഏതൊക്കെയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, 8 ഇൻഡസ്ട്രീസസ്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിൻ്റെ ഫൗണ്ടർ ആരാണ്? മെഹൽനോബിസ് ആണ്. PC മെഹൽനോബിസ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെഹൽനോബിസ് ആണ്. ഏത് 28 ഏപ്രിൽ 1932 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത്. ഓക്കെ, കൽക്കട്ടയിലാണ് ഉള്ളത്. ഓക്കെ, ഏത് ആക്ട് പ്രകാരം? സൊസൈറ്റി ആക്ട് 1860 പ്രകാരമാണ്. 1860 പ്രകാരമാണ്. മെഹൽനോബിസ് ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫാദർ ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നറിയപ്പെടുന്നതും ഇദ്ദേഹമാണ് കേട്ടോ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ രജിസ്റ്റേർഡ് ചെയ്തിരിക്കുന്നത് 1932 ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ്. ഓക്കെ, ഫൗണ്ടർ മെഹൽനോബിസ്. Among the following suggested rolling plan, ഇന്റർനാഷണൽ ലെവൽ എഴുതിയത് ഇത് റോളിംഗ് പ്ലാൻ ആണ്. ഇന്ത്യയിലാണെങ്കിൽ ആരാണ്? മൊറാജി ദേശായി ആണ് ഇന്ത്യയിലുള്ളത്. ഓക്കെ, ദ റോളിംഗ് പ്ലാൻ ഏത് കാലഘട്ടത്തിലായിരുന്നു ഇന്ത്യയിലുണ്ടായത്? 1978 മുതൽ 1980 കാലഘട്ടത്തിൽ. ന്യൂ സിക്സ്ത് പ്ലാൻ. Plan was again rejected by the Indian National Congress government. 80 the new sixth plan was made. The first plan was year. Okay, the മൊറാജി ദേശായിൻ്റെ പീരീഡിലാണ് ഇതുണ്ടായിരിക്കുന്നത്. ഓക്കെ, റോളിംഗ് ബൈ ജനതാ പാർട്ടി എന്ന് പറഞ്ഞാൽ നാഷണൽ എമർജൻസിൻ്റെ ടൈമിലാണ്. 1970 ശേഷമുള്ളത് ഓപ്ഷനിലുണ്ടെങ്കിൽ കൊടുക്കുക ആണ്. മൊറാജി ദേശായിൻ്റെ കാലഘട്ടത്തിലായിരുന്നു റോളിംഗ് പ്ലാൻ ഉണ്ടായിരുന്നത്. അതേപോലെ റോളിംഗ് പ്ലാൻ ബാക്ക്വേർഡ് കൺട്രീസസ് വാസ് സജസ്റ്റഡ് ബൈ. ഈ ഐഡിയ സജസ്റ്റ് ചെയ്തത് ആരാ? ഗുന്നാർ മൈഡൽ ആണ്. ഗുന്നാർ മൈഡൽ, സ്വീഡിഷ് നോബൽ പ്രൈസ് ലൂറൈറ്റ്. ഓക്കെ, സ്വീഡിഷ് ഗുന്നാർ ഓക്കെ, ഇവരാണ്. ഇനി അടുത്താണ് ടെണ്ടുൽക്കർ കമ്മിറ്റി. എന്തിനു വേണ്ടിയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്? ടെണ്ടുൽക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് ടു മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെണ്ടുൽക്കർ കമ്മിറ്റി ഉണ്ടായത്. ഓക്കെ, ദ നെയിം സേക്ക് ടെണ്ടുൽക്കർ. സുരേഷ് ടെണ്ടുൽക്കർ ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റഡി ദ പോർഷൻ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ലിവ് BPL below poverty line according to the method in 2004 to 2005 വരെ എത്രയാണ്? 2% of total population. Okay. ഇനി അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ബ്രാഞ്ച് ഓഫ് ഫെഡറൽ ഫോം ഓഫ് ഗവൺമെൻറ്. ഏതാണ്? മീഡിയ നമ്മളെ കേസിൽ ഫെഡറൽ ഫോമിൻ്റെ ഇതിൽ വരുന്നില്ല. ഓക്കെ, മീഡിയ ഇല്ല. നമുക്ക് ഏതൊക്കെയുള്ളത്? ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചേഴ്സ് എന്നുള്ള മൂന്നെണ്ണമാണ്. ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തതാണ് വാട്ട് ഈസ് മീൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ചിങ് പാർട്ടി ബിഫോർ വിന്നിങ് എലക്ഷൻ. അല്ല, ഇതല്ല.
ആഫ്റ്റർ വിന്നിങ് എലക്ഷൻ എന്നാണ്. ഓക്കെ, നമ്മൾ പാർട്ടിയിൽ ജയിച്ചു കഴിഞ്ഞിട്ട് പാർട്ടി മാറുന്ന പരിപാടി ഡിഫെക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഓപ്ഷൻ തെറ്റാണ്. ആഫ്റ്റർ വിന്നിങ് എലക്ഷൻ ആണ് കറക്റ്റ്. ഓക്കെ, ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇന്ത്യയിൽ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി. എത്രാമത്തെ അമെൻമെൻ്റ് ആണ്? 52nd 1985 10th ഷെഡ്യൂളാണ് ആൻറ്റി ഡിഫെക്ഷൻ ലോ. 52nd അമെൻമെൻ്റ് ആക്ട് 1985 ആൻറ്റി ഡിഫെക്ഷൻ ലോ ആണ്. കൂറുമാറ്റ നിരോധന നിയമം എന്നൊക്കെ പറയില്ലേ, 10th ഷെഡ്യൂളിലാണ് ഏത് ആൻറ്റി ഡിഫെക്ഷൻ ലോ ഉള്ളത്. ഓക്കെ, ബില്ല് ഇമ്പോർട്ടൻ്റ് അല്ല. ഹൂ എമംഗ് ദ ഫോളോയിങ് സെറ്റ് ഡെമോക്രസി ഈസ് ദ ഗവൺമെൻറ് പീപ്പിൾ ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ? എബ്രഹാം ലിങ്കൻ ആണ്. എബ്രഹാം ലിങ്കൻ ഏത് വർഷമാണ് പറഞ്ഞിരിക്കുന്നത്? പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടം ഏതായിരുന്നു? 1982. ഓക്കെ, I don't order clear that the person of slave. How many types of emergency can be proclaimed? 3 types of emergency. National emergency, state emergency, financial emergency എന്നിട്ടുള്ള 3 types ഉണ്ട്. നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത്. ഇതിൽ നാഷണൽ എമർജൻസി അണ്ടർ ഏതാണ്? 352 ആണ്. 352. എത്ര പ്രാവശ്യം നമ്മൾ എമർജൻസി കോൾ ചെയ്തിട്ടുണ്ട്? 1962 ഇന്ത്യ വാർ, ചൈന വാർ, സിലോൺ വാർ, 71 ഇന്ത്യൻ വാർ, 75 ഇന്റേണൽ ഡിസ്റ്റർബൻസ്, ഇന്ദിരാഗാന്ധി. ഓക്കെ, 1962 ഇന്ത്യ, 1975 ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആണ്. 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ. ഇതിലാണ് ബംഗ്ലാദേശ് ആയിട്ട് വന്നിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ്? മുജിബുർ റഹ്മാൻ. ലോങ്സ്റ്റ് സർവിങ് പ്രസിഡന്റ് ആരാണ്? ഷെയ്ഖ് ഹസീന. ഇപ്പോഴത്തെ കണക്ക് പ്രകാരം കേട്ടോ, ഷെയ്ഖ് ഹസീന മാറാം. പ്രസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രസിഡന്റ് റൂളിനാണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 356 ആണ് പ്രസിഡന്റ് റൂൾ. എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി ക്യാൻ ബി ഡിക്ലെയർ ഇൻ എനി സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ അണ്ടർ 356 ഓഫ് റെക്കമെൻഡേഷൻ on the recommendation of governor of the state. Governor ആണ്. Every state in except 2 states, Chhattisgarh and Telangana, under the state emergency at some points of time. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നാഷണൽ എമർജൻസി 52 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം 1978 44ാമത്തെ അമെൻമെൻറ്റ് പ്രകാരം ഇതിലെ ഒരു ഭേദഗതി നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എക്സ്റ്റേണൽ അഗ്രഷൻ ഓഫ് ഓർ വാർ എന്നുള്ളത് മാറ്റിയിട്ട് ആർംഡ് റെബിലിയൻസ് എന്നുള്ളതാക്കിന്. മൊറാജി ദേശായി ആണ്. ഓക്കെ, ഇന്ദിരാഗാന്ധിൻ്റെ എമർജൻസി പീരീഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വന്നത് മൊറാജി ദേശായി ഗവൺമെൻറ് വന്നത്. ഈ ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞാൽ ഫാസിസ്റ്റന്മാരുള്ള ഒരു പരിപാടിയായിരുന്നു ചെയ്തിരുന്നത്. ആരും ഒരു കാര്യമില്ലാതെ വെറുതെ കൂട്ടം വേണ്ടിയിട്ട് സംസാരിച്ച ആൾക്കാരെയൊക്കെ പിടിച്ച് ജയിലിടാൻ തുടങ്ങി. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൂട്ടം കൂടുന്നതൊരു പ്രശ്നമല്ല, പക്ഷേ നോക്കും ബോംബൊക്കെ ആയിട്ട് വരുന്നത് മാത്രമാണ് എമർജൻസിയിൽ ഇതാക്കിയിരിക്കുന്നത്. എമർജൻസി കാര്യമാക്കി എടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ 36 ആർട്ടിക്കിൾ 36 എന്ന് പറയുന്നത് ഏതാണ്? പ്രൊവിഷൻ ആസ് ഫൈനാൻഷ്യൽ എമർജൻസി. ഇത് നമ്മൾ പ്രഖ്യാപിച്ചിട്ട് തന്നെയല്ല. ഫൈനാൻഷ്യൽ എമർജൻസി എന്ന് പറയുന്നത് നമ്മൾ പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടല്ല. ഫൈനാൻഷ്യൽ ഇഷ്യൂസസ് വരുമ്പോൾ വിടാനുള്ളതാണ്. ഓക്കെ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻ ഹൗ മെനി പാർട്സ്? 22 പാർട്സസ് ആണ് ഇപ്പോൾ ഉള്ളത്. കറൻ്റ്ലി 22 പാർട്സസ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ. അതേപോലെ 395 ആർട്ടിക്കിൾസ് ഉണ്ട്. 395 ആർട്ടിക്കിൾ ഉണ്ട്, 22 പാർട്സസ് ഉണ്ട്, 12 ഷെഡ്യൂൾസസ് ഉണ്ട്. അതാണുള്ളത്.
നമ്മൾ എത്ര പ്രാവശ്യം അമെൻഡ് ചെയ്തിരുന്നു? 103 ടൈംസ് അമെൻഡ് ചെയ്തിരുന്നു. 103 ടൈം അമെൻഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. 103 തവണ അമെൻഡ് ചെയ്തിരുന്നു. അപ്പം നല്ല മാറ്റമുള്ളൊരു സാധനമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. 103 തവണ ഇതാക്കിയെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. കാലഘട്ടത്തിനനുസരിച്ച് പുരോഗതി വരുന്നുണ്ട്. ഓക്കെ. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസസ് ഫസ്റ്റ് ഇൻ വിച്ച് ഹൗസ്? ഓൺലി ലോക്സഭ. ലോക്സഭയിൽ മാത്രമേ മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ലോക്സഭയിൽ മാത്രം. ദ മണി ബിൽ ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ലോക്സഭ എന്നാണ് പീപ്പിൾസ് ഹൗസ്, ലോക്സഭയെന്ന് പറയും. ഓക്കെ. പാസ്ഡ് ബൈ ദ രാജ്യസഭ. ഇവിടെ നിന്നിട്ട് ലോക്സഭയിൽ നിന്നിട്ട് രാജ്യസഭ ഹൗസ് ഓഫ് പാർലമെൻറ്റ് ലേക്ക് വിടും. പിന്നെ അത് പ്രസിഡൻറ്റിൻ്റെ അടുത്ത് പോകും. അങ്ങനെയാണ് അതിൻ്റെ. ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും, പിന്നെ രാജ്യസഭയിൽ പോകും, രാജ്യസഭയിൽ നിന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് എന്നാ പോവുക. ആദ്യം ഏതായാലും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതേപോലെ മണി ബില്ലിൻ്റെ ആർട്ടിക്കിൾ ഏതാ? മണി ബില്ലിൻ്റെ ആർട്ടിക്കിൾ 110 ആണ്. 110 മണി ബില്ലിൻ്റെ ആർട്ടിക്കിൾ. ഓക്കെ. 110 മണി ബില്ലിൻ്റെ ആർട്ടിക്കിൾ. ഇതാരാണ് ഡിസൈഡ് ചെയ്യുക മണി ബില്ലാണോ അല്ലയോ എന്നുള്ള? ലോക്സഭയിലെ സ്പീക്കറാണ് മണി ബില്ലോ അല്ലയോ എന്നുള്ള പറയുന്നത്. ഓക്കെ. ഇൻ ഹൗ മെനി വേസ് ഇന്ത്യൻ സിറ്റിസൺ ക്യാൻ ബി ലോസ്? ത്രീ വേസസിലാണ്. ഓക്കെ. Person lose citizenship, however, when children attaining the age of 60 he resume Indian citizenship. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെക്കാം, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. പിന്നെ വേറൊരു രാജ്യത്തിൽ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട എന്നുള്ളൊരു കണ്ടീഷനായിരിക്കും വരിക. അതേപോലെ നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ട് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് വേണമെന്നുള്ള പരിപാടി നടക്കില്ല. അതേപോലെ വേറെ എന്തെങ്കിലും കേസിലൊക്കെ പെട്ടിട്ട് ടെർമിനേറ്റ് ചെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാലും അതും പോകും. ഓക്കെ. ഇപ്പോൾ സിറ്റിസൺഷിപ്പൊന്നും അധികം ചോദിക്കില്ല. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? പ്രൈം മിനിസ്റ്റർ പ്രസിഡൻ്റാണ്. ദ പ്രൈം മിനിസ്റ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ആൻഡ് അതർ മിനിസ്റ്റർ പ്രൈം മിനിസ്റ്റർ. ഓക്കെ. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാ? പ്രസിഡൻ്റാണ്. പിന്നെ പ്രസിഡൻറ്റ് പിന്നെ പ്രൈം മിനിസ്റ്ററിൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് മറ്റേ വേറെ എന്താ പറയുക കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ ഇതാക്കുന്നത്, എന്താണ് അപ്പോയിൻ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ദ കൗൺസിൽ ഈസ് കലക്റ്റീവ്ലി റെസ്പോൺസിബിൾ ലോക്സഭ. ഓക്കെ. ഇനി അടുത്തതാണ്, അതുമായി ബന്ധപ്പെട്ടൊരു സാധനമാണ്. ദ യൂണിയൻ മിനിസ്റ്റർ appointed by the President of India to assist later in administration of affairs of executive. The article important. The Union Cabinet is collectively responsible to Lok Sabha per article 75(3). 75(3 പ്രകാരം എന്താണ് ലോക്സഭ okay. It is collectively responsible to Lok Sabha എന്നുള്ള കണ്ടീഷൻ പറയുന്ന ആർട്ടിക്കിളാണ് 75. 75(3) ഇമ്പോർട്ടൻ്റ് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ്. Who among the following was one of the discovery of Indus Valley civilization? ദയാറാം സഹാനി. ദയാറാം സഹാനിയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. R.D. ബാനർജി ഏതാണ്? R.D. ബാനർജി മോഹൻജിദാരോ ആണ്. R.D. ബാനർജി മോഹൻജിദാരോ ഏത് 1922 R.D. ബാനർജി മോഹൻജിദാരോ കണ്ടുപിടിച്ചത്. 1920 കണ്ടുപിടിച്ചതാരാണ്? R.D. ബാനർജി. ഓക്കെ. പിന്നെ ദയാറാം സാഹിയാണ് ഏത് കണ്ടുപിടിച്ചത്? ഫസ്റ്റ് എക്സ്കവേഷൻ നടത്തിയത്. ഓക്കെ. ദിസ് ഈസ് ദ ഫസ്റ്റ് എക്സ്കവേഷൻ ഇൻ 20th century. ഹാരപ്പൻ. ഓക്കെ. ഹാരപ്പൻ ബൈ ദയാറാം സായി ആൻഡ് ദ R.D. ബാനർജി മോഹൻജിദാരോ. നേരത്തെ പറഞ്ഞത് ഇതാണ് ആള്.
ദൈറം സായി. ഹാരപ്പൻ കണ്ടുപിടിച്ചത് ദൈറം സായി ആണ്. ഓക്കെ. മോഹൻജദാരോ കണ്ടുപിടിച്ചത് RD ബാനർജി. When was New Delhi declared as capital of India? 2011 ഹർഡിജിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ. 1911 ഡൽഹി ഡിക്ലെയർ ആസ് ദ ക്യാപിറ്റൽ എന്നുള്ള കണ്ടീഷൻ. അപ്പോഴത്തെ കിങ് ആരായിരുന്നു? കിങ് ജോർജ് വി ആയിരുന്നു. ബ്രിട്ടൻ ഡിക്ലെയർഡ് ദ ക്യാപിറ്റൽ ഓഫ് ബ്രിട്ടീഷ് വുഡ് ബി മൂവ് ഡൽഹി. കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്കാക്കി. ആൻഡ് ബിഗാൻ ദ കൺസ്ട്രക്ഷൻ അറ്റ് ദ സൈറ്റ് 30 miles south of Delhi central capital. The new capital was formally dedicated as 1931. ഇനി വേദാസസിൻ്റെ കേസ് നോക്കാം. മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് ആർ ഗിവൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേദാസ്? അഥർവവേദ. വേദങ്ങൾ 4 ഉണ്ട്. ഋഗ്വേദ, സാമവേദ, യജുർവേദ എന്ന് പറഞ്ഞിട്ട് 4 ഉണ്ട്. ഈ വേദം എന്ന് പറഞ്ഞാൽ പഴയ ഇന്തോ യൂറോപ്യൻ ലാംഗ്വേജിൽ എഴുതിയ കുറച്ച് സേക്രഡ് ബുക്സസിനാണ് നമ്മൾ വേദാസ് എന്ന് പറയുന്നത്. അറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓക്കെ. അഥർവവേദ എന്ന് പറഞ്ഞാൽ മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് എന്നാണ് അറിയാം. മാജിക്കൽ ചാംസ് ആൻഡ് സ്പെൽസ് എന്നാണ്. ആദ്യം സാമവേദ എന്ന് പറഞ്ഞാൽ എന്താ? ദ വേദ ഓഫ് മാലഡീസ് ആൻഡ് ചാൻസ്. ഓക്കെ. വൺ ഓഫ് ദ 4 വേദാസ്, about 75 ഇല്ല. അപ്പോൾ എത്രയാണ്? ചാൻസസ് ആണ് സാമവേദ എന്ന് പറഞ്ഞാൽ. മ്യൂസിക്കൊക്കെ ഇതിലാണ് വരുന്നതാണ് സാമവേദം എന്നുള്ള രീതി. യജുർവേദ എന്ന് പറഞ്ഞാൽ എന്താ? യജുർവേദ പറഞ്ഞാൽ വർഷിപ്പ് ആൻഡ് റിച്വൽസ്, മന്ത്രങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. യജുർവേദ എന്ന് പറഞ്ഞാൽ മന്ത്രങ്ങളാണ് യജുർവേദ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി അടുത്ത് ഇൻഡസ്. ധോലാവീര ഈസ് ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ്? വാട്ടർ കൺസർവേഷൻ ബേസ് ചെയ്തുള്ള. ആരാ? JB ജോഷിയാണ്. ലാർജസ്റ്റ് സൈറ്റ്സ് ഇൻ ദ സബ് കോണ്ടിനെന്റ്. ധോലാവീര ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ അതൊന്നും വേണ്ട, ലൊക്കേഷൻ നമുക്ക് ആവശ്യമില്ല. കച്ചിറി, ആൾസോ നോൺ ആസ് കൊട്ടാട തിമ്പ. സൈറ്റ് ഡിസ്കവേർഡ് ജോഷിയാണ്. ആരാണ്? JP ജോഷി. 1967 JP ജോഷി ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഓൾഡസ്റ്റ് ലോത്തലാണ് ഓൾഡസ്റ്റ് പോർട്ട് ഉള്ളത്. ലോത്തൽ. ഓക്കെ. ലോത്തൽ എവിടെ? ഗുജറാത്ത്. പിന്നെ പറയുകയാണെങ്കിൽ റോക്ക് കട്ട് ധോലാവീരയിലാണ് റോക്ക് ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉള്ളത്. അത് എല്ലായിടത്തും ഉണ്ട് പൊതുവെ. The 7 hemispherical construction were founded in Dholavira. Excavated detail which constructed. അതിൻ്റെ ആവശ്യമില്ല. അതും പൊതുവെ ഇവിടെയാണ്. നമുക്ക് ഇമ്പോർട്ടൻ്റ് വാട്ടർ കൺസർവേഷനാണ്. പിന്നെ വാട്ടർ കൺസർവേഷനെ പറ്റി വേറെ സ്ഥലമാണ് മോഹൻജിദാരോയിലും വാട്ടർ കൺസർവേഷനാണ്. ധോലാവീര ഈസ് ലൊക്കേറ്റഡ് ഗുജറാത്ത്. സീരീസ് ഓഫ് വാട്ടർ സ്റ്റോറിങ്, വാട്ടർ മാനേജ്മെൻറ്റിൻ്റെ സ്ഥലമാണ്. ഓക്കെ. സിസ്റ്റമാണ്. ഈ ആർക്കിടെക്ചറില്ലേ, റോക്കട്ടഡ് ആർക്കിടെക്ചർ പൊതുവെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പറയാത്തത്. ധോലാവീരയിൽ ഏതാണ്? വാട്ടർ കൺസർവേഷൻ്റെ സാധനമാണ്. അതേപോലെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത് എവിടെയാണ്? മോഹൻജിദാരോ ആണ് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. മോഹൻജിദാരോൻ്റെ വേറെ എന്താ? മൗണ്ട് ഓഫ് ഡെത്ത് എന്നുള്ളതാണ് മോഹൻജിദാരോൻ്റെ വേറെ പേര്. ഓക്കെ. ഇനി അടുത്തത്, ഹു വാസ് ഫൗണ്ടർ ഓഫ് ആര്യ സമാജത്തിൻ്റെ ഫൗണ്ടർ? ദയാനന്ദ സരസ്വതിയുടെ വേറെ പേരാണ് മൂൽ ശങ്കർ എന്നാണ് പറയുന്നത്. ആര്യ സമാജം ഒരു ഹിന്ദു ഓർഗനൈസേഷൻ. ആര്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹിന്ദു എന്നുള്ളൊരു പറച്ചിലുണ്ട്. ശരിക്കും ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്. ഓക്കെ. ആര്യസമാജം എന്ന് പറഞ്ഞാൽ ആര്യസമാജം കൊണ്ടുവന്ന സരസ്വതി
1875 ഇത് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. 1875 ആര്യസമാജം ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗോ ബാക്ക് ടു വേദ എന്നുള്ളതായിരുന്നു ദയാനന്ദ സരസ്വതിയുടെ വേർഡ്. ഓക്കെ, പിന്നെ ദയാനന്ദ സരസ്വതിയുടെ വേറെ പേരായിരുന്നു മൂൽ ശങ്കർ ആണ്. ഇയാളുടെ ഹിസ്റ്ററിയാണ്. അമ്മേൻ്റെ പേരെന്താ? ദാനു ഋഷി, മൂൽ നക്ഷത്ര എന്നുള്ളതാണ്. ഇവർ രണ്ടാളായിട്ടാണ്. ഇതൊന്നും ഇത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് കറക്റ്റ്? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കിടക്കുക സാധനം. ഓക്കെ, ഇത് എർത്തിൻ്റെ സംഭവം. ഇത് 23.5 നോർത്തും ഇത് 23.5 സൗത്തുമാണ്. ഇത് എർത്താണ്. എർത്തിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടെ ഇക്വറ്റോറിയൽ പോകുന്നുണ്ട്, ഓ എന്നുള്ള. ഇതിനാണ് ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്ന സംഭവം, അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്ന സാധനം. ഈ 23 ഡിഗ്രി ഈ സാധനത്തിനാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഇതാണ് സാധനം. ഈ സാധനത്തിനാണ് നമ്മൾ പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ ഏതാണ്? ഇത് തെറ്റാ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നോർത്തിലാണ് വരേണ്ടത്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഓക്കെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഒക്കെ വരേണ്ടത് അവിടെയാണ്. ഓക്കെ, മിസ്റ്റേക്സ് ഉണ്ടോണ്. ഓക്കെ, ഓപ്ഷനിൽ തെറ്റുണ്ടോണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഏതാണ് വരേണ്ടത്? അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ നോർത്തിലല്ല. ഓക്കെ, നോർത്തിലാണ് വരേണ്ടത്. ഓക്കെ, ഇതാണ് അപ്പോൾ ശരി. അല്ല, കറക്റ്റായത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ ഓക്കെ, കറക്റ്റായത് ഏതാണ്? അപ്പോൾ തെറ്റായതല്ല, കറക്റ്റായത് ഇതാണ്. ഓക്കെ, സൗത്തിൽ തന്നെയാണ് കാപ്രിക്കോൺ വരിക. ഉണ്ടോ? ഇത് ഇക്വറ്റോറിയൽ, ഇത് അതിൻ്റെ അടിയിലുള്ളൊരു സംഭവം 0 ഡിഗ്രി. ഇവിടെ 23.5 ഡിഗ്രി സൗത്ത്. ഇവിടെ 23 ഡിഗ്രി നോർത്ത്. ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് വരുന്നത്? ഇക്വറ്റോറിയൽ ഇതിൽ പറഞ്ഞിട്ടില്ല. ഈ സൗത്തിനാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ശരിക്കും ഈ സൈഡാണ് വേണ്ടത്, സൗത്തല്ല. പിന്നെ ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളും മേരിയ. ഓക്കെ, ഓപ്ഷൻ കിട്ടി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീ ആസ് ഹയസ്റ്റ് സലൈനിറ്റി? സലൈനിറ്റി ഇതിനാണ് ഡെഡ് സീ എവിടെയുള്ളത്? ജെറുസലേം അഥവാ ഇസ്രായേലിലാണുള്ളത്. ഇസ്രായേലിലാണ് ഡെഡ് സീ ഉള്ളത്. ഏറ്റവും കൂടുതൽ ഉപ്പ് ഇസ്രായേലാണ്. ഇസ്രായേലിൻ്റെ മറ്റേ ഏജൻസിയുടെ പേരെന്താണ്? ഏതാണ്? ഇൻ്റലിജൻസ് ഏജൻസിൻ്റെ പേര് മൊസാദ്. ഷെക്കലാണ് അവിടുത്തെ കറൻസിൻ്റെ പേര്. ഓക്കെ, ഷെക്കൽ ആണ് കറൻസിയുടെ പേര്. ഓക്കെ, ഓക്സ്ബോ ലേക്സസ് ആർ ഫോംഡ് വെൻ ദ റിവർ ഈസ് വെരി സ്ലോ അറ്റ് വെരി ലോ ഗ്രേഡിയൻറ്റിനാണെങ്കിൽ അതിനാണ് നമ്മൾ പറയുന്നത് ഓക്സ്ബോ ലേക്ക്. ഉണ്ടോ? ഇങ്ങനെ എസ് രൂപത്തിലുള്ള ലേക്ക് എന്ന് പറയുന്നത്. അതിന് പറഞ്ഞാൽ വളഞ്ഞു പൊളഞ്ഞു വരും. അത് ഉണ്ടാവുന്ന എങ്ങനെ? യു ഷേപ്പ് ഉണ്ടോ? യു ഷേപ്പിലാണ് സാധനം ഉണ്ടാവുക. ദ മെയിൻ സ്ട്രീംസ് കട്ട് ഓഫ് ആൻഡ് ക്രിയേറ്റഡ് ഫ്രീ. ഇങ്ങനെ ഒഴുകി ഇങ്ങനെ വരുന്ന ഭാഗത്ത് ലേക്ക് എന്ന് പറയുന്നത് ഉണ്ടോ? ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, യു ഷേപ്പിൽ. ഇത് ഈ ഇമേജ് കണ്ടാൽ തന്നെ അറിയാമല്ലോ പൊതുവെ. ഇനി അടുത്താണ് വിച്ച് കൺട്രി ക്യാപ്പ് കൊമോറിൻ ഈസ് ലൊക്കേറ്റഡ്? ക്യാപ്പ് കൊമോറിൻ എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കന്യാകുമാരിയാണ് കേട്ടോ. കന്യാകുമാരിയാണ് കേപ്പ് കൊമോറിൻ എന്ന് പറയുന്നത്. വിച്ച് among the following is a green house gas? ഗ്രീൻ ഹൗസ് ഗ്യാസ് ഏതാ? ഇത് രണ്ടുമാണ്, മീഥേനും കാർബൺ ഡയോക്സൈഡുമാണ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസ് are absorbed emit infra radiation wavelength range emitted by air. അതിൽ വരുന്ന ഇതൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നൈട്രസ് ഓക്സൈഡ് ആണ്. നൈട്രസ് ഓക്സൈഡും നൈട്രജൻ ഡൈ ഓക്സൈഡും തമ്മിലുള്ള വ്യത്യാസം പുട്ട് ഇൻ കമൻറ്റ്.
ഓക്കെ, മീഥൈൻ, ഓസോൺ ഒക്കെയാണ്. ഓക്കെ, ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈൻ, ഓസോണും ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആട്ടോ നമ്മുടെ. പിന്നെ കുറച്ച് വാട്ടർ വേപ്പറും ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ഓക്കെ, ഇതിൽ ഏതൊക്കെയുള്ളത്? മീഥൈനും ഉണ്ട്, അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്. ഓക്കെ, which of the following cell organelle is present only in plant cell? സെൽ വാള് ആണ് പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ള ഒരു സാധനം. കണ്ടോ, ഈ പുറത്തുള്ളൊരു കോട്ടിംഗ് ഉണ്ട് സെല്ലിന്, ആ സെല്ലിൻ്റെ കോട്ടിങ് മാത്രം പ്ലാന്റ്സിലുള്ളൂ. ബാക്കിയുള്ള ഓർഗനുകളിലൊക്കെ ഇലയിലും ഉണ്ട്, മനുഷ്യരിലും ഉണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വെസ്റ്റീജിയൽ ഓർഗൻ? വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറഞ്ഞാൽ എന്താ? പരിണാമപരമായിട്ട് നമുക്ക് വന്ന സാധനമാണ്. അതുകൊണ്ട് ഉപകാരങ്ങളൊന്നുമില്ല. ഇപ്പോൾ വിസ്ഡം ടീത്ത്, അപ്പൻഡിക്സ്, ടെയിൽ ബോൺ എന്നൊക്കെ പറയുന്നത് ഇതാണ്, ആവശ്യമില്ല, വേണമെങ്കിൽ റിമൂവ് ചെയ്യുക. ഇതിനെക്കൊണ്ട് പ്രത്യേകിച്ചൊരു ഫങ്ഷൻ ഇല്ല. പരിണാമപരമായിട്ട് വന്ന സാധനങ്ങളാണ്. നമ്മൾ പരിണാമപരമായിട്ടൊരു സാധനമല്ല ഒന്നാമത്. നല്ല എന്താ പറയുക, ഉപകാരമില്ലാത്ത സാധനങ്ങളും ഉണ്ട് ബോഡിയിൽ, ഒരു യൂസും. അതിനൊരു എക്സാമ്പിളാണ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുരങ്ങനിൽ നിന്ന് നേരെ നടക്കാൻ തുടങ്ങിയ കാലം അപ്പോൾ ആ സാധനം ത്തിന് ഉപയോഗം ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊരു ഉപദ്രവമാതിരി ചില സമയങ്ങളിൽ നിൽക്കാറുണ്ട്, വയറിൻ്റെ ഇവിടെ ഒരു സാധനം. അതേപോലെ വിസ്ഡം ടീത്ത് ഇപ്പോൾ നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്തൊരു സാധനമാണ് വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. ടെയിൽ ബോൺ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ടെയിൽ ബോൺ എന്ന് പറഞ്ഞാൽ വാലിൻ്റെ ഇവിടെ ചെറുതായിട്ടൊരു എന്താ പറയുക, നമ്മളെ ബാക്കിലുണ്ടാവും ഒരു ഇത്. ഓക്കെ, വെസ്റ്റീജിയൽ ഫീച്ചേഴ്സ്. ഡാർവിൻ കമൻറ്റഡ് ഓൺ ദ സ്പ്രോഡിക് നേച്ചർ വെസ്റ്റീജിയൽ ഫീച്ചർ, പർട്ടിക്കുലർലി മസ്കുലേച്ചർ. ഓക്കെ, അപ്പോൾ നമ്മൾ വെസ്റ്റീജിയൽ ഓർഗൻസ് ഏതൊക്കെയാണ്? വിസ്ഡം ടീത്ത്, ടെയിൽ ബോൺ ആണ്. ഓക്കെ, പിന്നെ ഇയർ മസിൽസ് ഓഫ് ഇയേഴ്സ്. എൻസൈം ഈസ് എസെൻഷ്യൽ ഫോർ ക്ലോട്ടിംഗ് ബ്ലഡ്. ത്രോംബിനാണ്. നമ്മളെ കയ്യിൽ മുറിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ത്രോംബിനും ഫൈബ്രിനോജനും ഫൈബ്രിനൊക്കെ. ഓക്കെ, ഈ എൻസൈംസസ് ഒക്കെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനും. ഇപ്പോൾ നമ്മളെ കയ്യിലൊരു മുറി ഉണ്ടായി കഴിഞ്ഞാൽ ഈ സാധനം വന്നിട്ടാണ് ആക്ട് ചെയ്യുക. ഫൈബ്രിനോജനും ഫൈബ്രിനുമാണ്. ഓക്കെ, ക്ലോട്ടിംഗ് സിസ്റ്റം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈ ജെനറ്റിക് ഡിസീസ് ഡൗൺ സിൻഡ്രം ആണ്. ജെനറ്റിക് ബേസിസ് ഡൗൺ സിൻഡ്രം, ദർ ഈസ് എൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം. 21 ക്രോമസോം അഡീഷണൽ ആയിട്ട് വരുന്നതിനാണ് പറയുന്നത്. ഓക്കെ, ദ റിസൾട്ട് ഓഫ് 3 കോപ്പി ഇൻസ്റ്റെഡ് ഓഫ് 2 കോപ്പീൻ്റെ പകരം 3 കോപ്പി വരും. അതാണ് ഡൗൺ സിൻഡ്രം. അബ്നോർമൽസ് resulted in extra full or partial copy of 21th chromosome. ഓക്കെ, പിന്നെ എന്ന് പറയുന്നതിൻ്റെ മോഡിഫിക്കേഷൻ പറയുന്ന പേരാണ് ബൾബ് എന്തിൻ്റെ മോഡിഫിക്കേഷനാണ്? സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്. പിന്നെ അതേപോലെ ഒണിയനിൽ കാണുന്ന സ്കെയിൽ ലീഫ് എന്ന് പറയുന്നത് ലീഫാണ്. ഈ സാധനം കണ്ടോ, ഈ സാധനം ലീഫാണ്, അതിൻ്റെ ലീഫാണ്. Which of the following given the color to human? Okay. Which of the following given the color to human skin? മെലാനിൻ ആണ് ഹ്യൂമൻ സ്കിന്നിന് വരുന്നത്. ഓക്കെ, മെലാനിൻ ഉള്ളവർ കറുത്തിട്ടായിരിക്കും, മെലാനിൻ ഇല്ലാത്ത ആൾക്കാർ വെളുത്തതായിരിക്കും. ഓക്കെ, അതാണ് ഈ മെലാനിൻ കുറവായത് കൊണ്ടാണ് നമ്മൾ വെറുപ്പും കറുപ്പുമായി നിൽക്കുന്നതിൻ്റെ കാര്യം. അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, വേറൊന്നുമല്ല. ഫ്ലൈയിങ് ആണ് ബോത്ത് കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതെല്ലാ സാധനം ഉണ്ടാവും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നുള്ള കണ്ടീഷനാണ്. ടോട്ടൽ എനർജി സെയിം ആയിരിക്കും പൊതുവെ. ഓക്കെ, വൺ ഓഫ് ദ പ്രോമിനൻ്റ് എഞ്ചിൻ ഈ ജെറ്റ് ഫ്രാങ്ക് വിറ്റൽ ആണ്. 1953 1950. അതെ, ഹാൻ വോ ഹോയ് ഉണ്ട്. ഓക്കെ, ജെറ്റ് എഞ്ചിൻ കണ്ടുപിടിച്ചുണ്ടോ? ഫ്രാങ്ക്ലി വിറ്റിൽ ആൻഡ് ഹാൻ വോൺ ഹോയ്
ആൽബർട്ട് ഫെർണോ എന്നിവരൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സാമിന് ഫ്രാങ്ക് വിറ്റിലായിരിക്കും മേജോറിറ്റി ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഫ്രാങ്ക് വിറ്റിൽ 1953. ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. തണുത്തിൽ നിന്ന് ചൂടിൽ നിന്ന് തണുപ്പിലേക്കാണ് എപ്പോഴും ടെമ്പറേച്ചർ പോവുക. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിനോമിന ഈസ് ഇൻവോൾവ്ഡ് ഇൻ കാലിഡോസ്കോപ്പ്? കാലിഡോസ്കോപ്പ് മെയിൻ ആയിട്ടുള്ള പ്രോസസ്സ് എന്താ? റിഫ്ലക്ഷൻ ആണ്. കാലിഡോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ഡേവിഡ് ബൂസ്റ്റർ ആണ് കാലിഡോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇഫ് എ മാഗ്നിഫൈങ് ഗ്ലാസ് ലെൻസ് ഈസ് യൂസ്ഡ്, മാഗ്നിഫൈങ് ഗ്ലാസ്സിൽ യൂസ് ചെയ്യുന്ന ലെൻസ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ലെൻസ് ആവുമ്പോൾ എങ്ങനെ മാഗ്നിഫൈ ചെയ്യുന്ന മിറർ ആണെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുഴിഞ്ഞ മിറർ ആയിരിക്കും. ഓക്കെ, ഇവിടേക്ക് മെർക്കുറി പരട്ടിയത് ആണ്. അതിൻ്റെ ഫോർമുലകളാണ് കോൺവെക്സ്. ഓക്കെ, കോൺവെക്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ മിറർ ഫോർമുല ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. 1/f + 1/v + 1/u. ഇതിന് കാർട്ടീഷ്യൻ പ്രൊജക്റ്റ് വെച്ചിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ലെൻസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇമേജ് ഡൗൺ ഇവിടെ ഇരിക്കും. അപ്പോൾ ഇതിനെ ഒറിജിൻ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇവിടെ നെഗറ്റീവും വരും, ഇവിടെ പോസിറ്റീവും വരും. കാർട്ടീഷ്യൻ ഫോർമുല എന്ന് പറയും. അത് റെയിൽവേ പോലെ എക്സാമുകൾക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ 1/f എന്ന് പറയുന്നതാണ് നമ്മുടെ മിററിൻ്റെ പവർ എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് ഡയോപ്റ്റർ എന്ന് പറയുന്നത്. ഡയോപ്റ്റർ ലെൻസിൻ്റെയും അതേമാതിരി ഡയോപ്റ്റർ. ഓക്കെ, ഫോർമുല പുറത്തിരിക്കുന്ന നല്ലതാണ്. 1/v - 1/u. Which of the following is also termed as main memory of computer? Main memory of computer എന്ന് പറയുന്നത് റാമിനാണ്. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയും. ഓക്കെ, ബിറ്റ് ഈസ് ആൾസോ യൂസ്ഡ് ഇൻ ബൈനറി ഡിജിറ്റ്. ബൈനറി ഡിജിറ്റ് പറഞ്ഞാൽ എന്താ? 0 1. കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റിയ ഈ 2 നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇലക്ട്രോണിക്കലായിട്ട് ഇത് മാത്രമേ റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. 0ഉം 1ഉം മാത്രമേ ഉള്ളൂ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റേഡിയോ ആക്റ്റീവ് നേച്ചർ? ഏതാണ്? തോറിയമാണ് ഇതിൽ റേഡിയോ ആക്റ്റീവ്. റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി ബെക്കറൽ ആണ്. ഏത് വർഷമാണ്? 1896ലാണ്. 1896ലാണ് ഹെൻറി ബെക്കറൽ റേഡിയോ ആക്റ്റീവ്. ഫ്രഞ്ച് ഫിസിസിസ്റ്റാണ്. ഓക്കെ, പിന്നെ അതേപോലെ റോബർട്ട് ഓപ്പൺഹൈമർ ആണ് ഫാദർ ഓഫ് ആറ്റോമിക് ബോംബ് എന്നറിയപ്പെടുന്നത്. ജൂൺ 1945 റിമോട്ട് ഡെസേർട്ട് അൽമാർഗോല് ന്യൂ മെക്സിക്കോയില് ഇതിൻ്റെ പരീക്ഷണം നടത്തി. ഓക്കെ, ഡിറ്റോണ്ട് ട്രിനിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത്. ട്രിനിറ്റി ടെസ്റ്റ് എവിടെയാണ്? ന്യൂ മെക്സിക്കോയിലെ അൽമാർഗോർഡിലാണ്. 1945 ജൂലൈ 16 റോബർട്ട് ഓപ്പൺഹൈമർ ടെസ്റ്റ് നടത്തുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഏണസ്റ്റ് റൂദർഫോർഡാണ് വിളിക്കുന്നത് എന്ത്? ഫാദർ ഓഫ് ന്യൂക്ലിയർ എന്നറിയപ്പെടുന്നത്. ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ്. ഓക്കെ, ഫാദർ ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് ന്യൂസിലൻഡുകാരനാണ്. ഓക്കെ, ബ്രിട്ടീഷ് ന്യൂസിലൻഡ്. പിന്നെ ന്യൂക്ലിയർ റിയാക്ടർ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? എറിക്കോ ഫെർമിയാണ് ന്യൂക്ലിയർ റിയാക്ടർ ഇൻവെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ആസ് ഫ്യൂവൽ ഇൻ റോഡ് അറ്റോമിക് റിയാക്ടർ? അറ്റോമിക് റിയാക്ടറിൽ റേഡിയോ ആക്ടിവിറ്റിയെ പറ്റുള്ളൂ. അപ്പോൾ യുറാനിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബ്ലീച്ചിങ് ആക്ഷൻ ഓഫ് ക്ലോറിൻ ഈസ് യൂസ്ഡ് ഡ്യൂ ടു ദ ഓക്സിഡേഷൻ റിയാക്ഷൻ. Okay, which of the following is a major component of water pollution in Bengal Basin? ആഴ്സനിക് ആണ്. ബംഗാളിനെ പറ്റി പറഞ്ഞാൽ പണ്ടത്തെ ബംഗാളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സാധനം എന്ന് പറഞ്ഞാൽ കോളറയാണ്. ആ കോളറ ബ്രിട്ടീഷുകാർക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് ലോകത്ത് മൊത്തം
ആയത്. ഓക്കെ, ഇതൊന്ന് മനസ്സിലാക്കണം. കോളറ ഉണ്ടാക്കുന്ന ബാക്ടീരിയ അല്ല, ഇതിൻ്റെ പേരെന്തായിരുന്നു? പുട്ടിൻ കമൻറ്റ്. ഓക്കെ, ഐഡൻറ്റിഫൈ കറക്റ്റ് ടൈപ്പ് ഓഫ് ഫുഡ് ചെയിൻ. ഡെഡ് മെറ്റീരിയൽ, മാഗോട്ട്സ്, ഫ്രോഗ്, സ്നേക്സ്. ഡെഡ് മെറ്റീരിയൽ ഉണ്ടാവണം പഴുതാരമായിട്ടുള്ള സാധനത്തിന് ഫ്രോഗ് തിന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേക്കിനും. ഇതൊരു ഫുഡ് ചെയിനാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്ന? ഡിട്രിറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഡായ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ചീഞ്ഞളിഞ്ഞ സാധനം, അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫുഡ് ചെയിൻ നമ്മൾ ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയാം. ഡിട്രിറ്റസ് ഫുഡ് ചെയിൻ. ഇൻ വിച്ച് ഇക്കോസിസ്റ്റം പിരമിഡ് ബയോമാസ് ഈസ് അപ്രൈറ്റ്? ഗ്രാസ്. ബയോമാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പുലി. ഇപ്പോൾ ഒരു മാന് കുറച്ച് പുല്ല് തിന്നു, ഗ്രാസാണ്. അപ്പോൾ ആ പുല്ലിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ കുറയും. അങ്ങനെ അതിനെ ലയണ് തിന്നു. എന്താണ് അങ്ങനെ വരുന്ന സംഭവമാണ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു മാന് പുല്ല് തിന്നു കഴിഞ്ഞാൽ പുല്ലിനെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 1 കിലോ കൂടുതൽ ഗ്രാസ്. അതേപോലെ അത് മാന് തിന്നു കഴിഞ്ഞാൽ മാനിൻ്റെ വെയിറ്റ് എന്തായിരിക്കും? കുറച്ചും കൂടി കൂടുതലായിരിക്കും. ഓക്കെ, മാനിൻ്റെ വെയിറ്റ് ഒന്നും കൂടി കൂടും. മാനിൻ്റെ വെയിറ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലി മാനിനെ തിന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ വെയിറ്റ് വളരെ കുറഞ്ഞത്. ഇതിനാണ് ബയോമാസ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം എന്താണ്? ഗ്രാസ് ലാൻഡ് ആണ്, സിസ്റ്റമാണ് ഇതിനുള്ളത്. ഓക്കെ, അതാണ്. ഇനി ഇക്കോസിസ്റ്റം ജോയിൻ ചെയ്തത് ആരാ? ടെൻസ്ലി ആണ്. ടെൻസ്ലി 1930 എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ടെൻസ്ലി. ഇമേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇക്കോസിസ്റ്റം എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിട്ട് ടെൻസ്ലിയാണ്. ടെൻസ്ലിയാണ് ഇക്കോസിസ്റ്റം കോയിൻ ചെയ്തിരിക്കുന്നത് 1935. ഓക്കെ, പിന്നെ കാൾ ലാൻഡ്സ്റ്റൈനർ ഈസ് നോൺ ഫോർ ദ ഡിസ്കവറി ഓഫ് വിച്ച് ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചാരാ? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഏത്? ബ്ലഡ് ഗ്രൂപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ക്രിസ്കോഗ്രാഫ് കണ്ടുപിടിച്ചീഷ്. ഓക്കെ, ക്രിസ്കോഗ്രാഫ് കണ്ടുപിടിച്ച ജഗദീഷ് ചന്ദ്ര ബോസ് ആണ്. ക്രിസ്കോഗ്രാഫ് പ്ലാന്റിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഓക്കെ, പ്ലാന്റിൻ്റെ ഗ്രോത്ത് മെഷർ ചെയ്യാനാണ് ജഗദീഷ് ചന്ദ്ര ക്രിസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി റേഡിയോ ആക്ടിവിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞത് ഹെൻറി ബക്കറൽ. ഓക്കെ, കണ്ടുപിടിച്ചത് ആരാണ്? കാൾ ലാൻഡ്സ്റ്റൈനർ ആണ്. ഏത് വർഷമാണ്? 1901 1927 കാലഘട്ടങ്ങളിലായിട്ടാണ്. ഓക്കെ, കാൾ ലാൻഡ്സ്റ്റൈനർ. ABO കണ്ടുപിടിച്ചത് ഏത് വർഷമാണ്? ABO ഗ്രൂപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത് 1901. അടുത്താണ് ഓക്കെ, ബ്ലഡ് ഗ്രൂപ്പ്. പിന്നെ വില്യം റോഞ്ചനാണ് എക്സ്റേ കണ്ടുപിടിച്ചത് വില്യം റോഞ്ചൻ. ഏത് കാലഘട്ടത്തിലാണ്? 1995 വില്യം റോഞ്ചൻ നോബൽ പ്രൈസ് കിട്ടിയ ആളാണ്. ഫിസിക്സിന് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത് റോഞ്ചനാണ്. ഓക്കെ, 1895 വില്യം റോഞ്ചൻ എക്സ്റേ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, നാഷണൽ സ്പോർട്സ്. മലേഷ്യയുടെ നാഷണൽ സ്പോർട്സ് എന്താ? ബാഡ്മിൻ്റൺ ആണ്. അല്ലെങ്കിൽ നാഷണൽ സ്പോർട്സ് ഏതാണ്? വേറൊരു സ്പെക്ട്രാവോ എന്നുള്ളതാണ്. ഇന്തോനേഷ്യൻ്റെ നാഷണൽ സ്പോർട്സ് ഏതാ? ഇന്തോനേഷ്യൻ്റെ നാഷണൽ സ്പോർട്സ് എന്ന് പറയുന്നത് ബാഡ്മിൻ്റൺ ആണ്. Since the first sports introduced in
won gold medal in every Olympic Games since the sports was first introduced in 1992. ആവശ്യമില്ല. ഇന്ത്യൻ്റെ ഹോക്കി അറിയാലോ, ഇന്ത്യൻ്റെ ഹോക്കിയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ധ്യാൻ ചന്ദ് ഇന്ത്യയിലെ ഇതാണ്. സിൻസ് 1928 India played hockey in Olympics in Amsterdam under the Union Jack. It has been the country's national game. 1928 മുതലാണ് ഇന്ത്യൻ്റെ നാഷണൽ ഗെയിമായിട്ട് ഹോക്കി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, പാകിസ്ഥാൻ്റെ ഹോക്കിയാണ്. ഓക്കെ, പിന്നെ മേജറായിട്ട് നോക്കുകയാണ് കാനഡയുടെ ഏതാണ്, കാനഡേൻ്റെ ഐസ് ഹോക്കിയാണ്. ഐസ് ഹോക്കി വിൻ്റർ നാഷണൽ ഗെയിം. അതേപോലെ ലാക്രോസ് സമ്മർ ഗെയിമാണ്. ചില്ലിയുടെ ഏതാ, ചില്ലി റോഡിയോ ആണ് ഫേമസ് ദ നാഷണൽ ഗെയിം. ചൈനേൻ്റെ ടേബിൾ ടെന്നീസാണ് ചൈനയുടെ. കൊളംബിയൻ്റെ ടെജോ ആണ് കൊളംബിയയുടെ നാഷണൽ സ്പോർട്സ്. ഓക്കെ, ലോട്ടസ് ടെമ്പിൾ ഈസ് നോൺ ഫോർ വിച്ച് റിലീജിയൻ? ബഹായ് എന്നുള്ളതാണ് ലോട്ടസ് ടെമ്പിളിൻ്റെ റിലീജിയൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ. ലോട്ടസ് ടെമ്പിൾ എവിടെയുള്ളത്? ലോട്ടസ് ടെമ്പിൾ ഉള്ളത് ഹിന്ദു ബുദ്ധിസവും ബേസ് ചെയ്തുള്ള രണ്ടും കൂടി കൂടിയൊരു ആണ്. ഓക്കെ, ബഹായി എന്ന് പറയുന്നത് ഇറാനിയൻ ആർക്കിടെക്ചറാണ്. ഫിർബോ ഷാബയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, who has written the people's president Abdul Kalam? People President Abdul Kalam എന്നുള്ളത് ആരെഴുതിയത്? SM ഖാനാണ്. കച്ചത്തീവു ഐലൻഡ് ceded by India to which country in 1974? ഏതാണ്? ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കയാണ്. ഇനി ഓരോ ഐലൻഡ്സിനെ പറ്റി പറയാം. ഓക്കെ, ശ്രീലങ്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഏത് വർഷമാണ്? 1972. 66 ആസ് ഇൻഡിപെൻഡൻറ്റ്. ദ ഫസ്റ്റ് ഡൊമിനിയൻ ഓഫ് സിറിയൻ സിൻസ് 1972. പിന്നെ ശ്രീലങ്കയെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഉണ്ടായ കൺട്രി ഏതാണ്? ശ്രീലങ്കയാണ്. ശ്രീമാവോ ബണ്ടാര നായക്കെ എന്നങ്ങാണ്ടാണ് പേര്. ഓക്കെ, അതേപോലെ ശ്രീലങ്കയുടെ നാഷണൽ ആന്തം കമ്പോസ് ചെയ്തിരിക്കുന്നത് ആരാണ്? ആനന്ദ സമർകോണാണ് ശ്രീലങ്കയുടെ നാഷണൽ ആന്തം എഴുതിയിരിക്കുന്നത്. ആനന്ദ സമർകോൺ. രവീന്ദ്രനാഥ ടാഗോറാണ്. ആനന്ദ സമർകോണാണ് ശ്രീലങ്കയുടെ നാഷണൽ ആന്തം എഴുതിയിരിക്കുന്നത്. ഓക്കെ, നോട്ട് ദ പോയിന്റ്. ഇത് ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതേപോലെ തന്നെ ശ്രീലങ്കയുടെ നാഷണൽ ഗെയിം ഏതാണ്? കമൻറ്റ്. ഓക്കെ, ഹയസ്റ്റ് പീക്ക് ഓഫ് ശ്രീലങ്ക കമൻറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ശ്രീലങ്ക നാഷണൽ സിംബൽസസ് നോക്കുകയാണെങ്കിൽ നാഷണൽ ലാംഗ്വേജ് സിംഗള. അതേപോലെ നാഷണൽ ഫ്ലവർ ഏതാ? ബ്ലൂ വാട്ടർ ലില്ലി അഥവാ നീലത്താമര. നിംഫെ നൊക്കാലി എന്നൊക്കെ പറയാം. ട്രീ ഏതാണ്? അയൺവുഡാണ് നാഷണൽ ട്രീ ഓഫ് ശ്രീലങ്ക. നാഷണൽ ബേർഡ് ഏതാ? ജംഗിൾ ഫൗളാണ്. നാഷണൽ ബേർഡ് ജംഗിൾ ഫൗളാണ്. ഓക്കെ, ഇനി മാലിദ്വീപിനെ പറ്റി പറയുമ്പോൾ റോസ പോളിയാന്തിയ. പിങ്ക് റോസാണ് നാഷണൽ ഫ്ലവർ ഓഫ് മാലിദ്വീപിൻ്റെ നാഷണൽ ഫ്ലവർ ഏതാണ്? പിങ്ക് റോസ്. അതേപോലെ ട്രീ ഏതാ? കോക്കനട്ടാണ്. നമ്മുടെ കോക്കനട്ട് പാം തെങ്ങാണ് മാലിദ്വീപിൻ്റെ നാഷണലായിട്ടുള്ള ചെടി, മരം എന്ന് പറയുന്നത്. വൈറ്റ് ബ്രസ്റ്റഡ് വാട്ടർ ഹെന്നാണ് മാലിദ്വീപിൻ്റെ നാഷണൽ ബേർഡ്. അതേപോലെ നാഷണൽ ആനിമൽ ഏതാ? യെലോഫിൻ ട്യൂണ ആണ് മാലിദ്വീപ്സ്. ഓക്കെ, പിന്നെ ഇന്തോനേഷ്യനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്തോനേഷ്യൻ്റെ നാഷണൽ
നാഷണൽ ആനിമൽ ഓഫ് ഇന്തോനേഷ്യ കൊമോഡോ ഡ്രാഗൺ ആണ്. കൊമോഡോ ഡ്രാഗൺ. നാഷണൽ ബേർഡ് ഏതാ? ജവാൻ ഹോക്ക് ഈഗിൾ ആണ്. ജവാൻ ഹോക്ക് ഈഗിൾ. നാഷണൽ ചാം അവോറ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് അവിടുത്തെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ സാധനം. ഇതാണ് കൊമോഡോ ഡ്രാഗൺ. ഇന്തോനേഷ്യൻ്റെ നാഷണൽ ആനിമൽ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ വിട്ടുപോയ കാര്യങ്ങളോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.